ഗൈസ്, ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ബട്ട് അതൊരു അനാലിസിസ് ആയിരുന്നു. ഞാൻ USD ഇന്ന് ഓഫാണല്ലോ, നിങ്ങൾക്കറിയാലോ. സൺഡേ, സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഓഫാണ്, ഫോറക്സ് മാർക്കറ്റ് ഓഫാണ്. ബട്ട് BTC റണ്ണിങ് ആണ്. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉടനെ എനിക്ക് കമൻറ്റ് വന്നു, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ സൗണ്ടിൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. അപ്പം ഓഡിയോ ഓണല്ലായിരുന്നു. സോ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തതൊക്കെ വെറുതെ. ഞാൻ മോസ്കോയിലാണുള്ളത്. ഞാനൊരു ബിസിനസ് ട്രാവലിലാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് പറഞ്ഞുതരാമെന്ന് കരുതിയിട്ടാണ് ഇതിൽ വന്നിരുന്നത്. ബട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യണം. മോസ്കോയിലെ സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് യൂട്യൂബ് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗൂഗിൾ ആക്സസ് ചെയ്യാനും വാട്സപ്പിന് പോലും ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ടൈം ഇത് 7th ഡിസംബറാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. December 7 ആണ്. അപ്പം 1 സെക്കൻഡ് ഗൈസ്, ഒരു കോൾ വന്നായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു BTCയിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ബിയറിഷാണ്. മാർക്കറ്റ് ലോവർ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുമ്പോൾ ആ വീഡിയോ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്ന് അനാലിസിസ് എല്ലാം ചെയ്തായിരുന്നു. പിന്നെ അതിൽ കമൻസ് വരാൻ തുടങ്ങി, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ സൗണ്ട് എടുക്കുക റെക്കോർഡ് ചെയ്യാണ്, ഒന്നുകൂടെ റെക്കോർഡ് ചെയ്ത് വിടുകയാണ്. ആസ് ഐ സെഡ്, ഞാൻ ഈ ഒരു ഏരിയ ഇപ്പം നിലവിൽ നമുക്ക് ഒരു ഇൻഡിസിഷൻ പോലത്തെ ഏരിയയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. കാരണം ഇവിടെ ഓൾറെഡി മാർക്കറ്റ് സൈക്കോളജി സെല്ലിംഗ് ആണ്. ബട്ട് ഇവിടുന്ന് നമുക്ക് ഈ ഒരു സെൽ ക്യാൻഡിൽ EMAയുടെ താഴെ 9 EMAൻ്റെ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സെല്ലേഴ്സ് ഓൾറെഡി മാർക്കറ്റിൽ ആഡായി കാണും. ഈ ഒരു ചെറിയ ക്യാൻഡിൽ സെല്ലേഴ്സ് ഒരുപാട് ആഡായി കാണും. അപ്പോൾ ആ സെല്ലേഴ്സിൻ്റെ മൊത്തം ലിക്വിഡിറ്റി മുകളിൽ ഇവിടെ കാണും ഡെയിലി ടൈം ഫ്രെയിമിൽ. അപ്പോൾ ഇൻ കേസ് ഈ ഡെയിലി ടൈം ഫ്രെയിം ഗ്രീൻ ക്യാൻഡിലാണ് ഇനി ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഭയങ്കര സ്പൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടുത്തെ സെല്ലേഴ്സ് എല്ലാം എക്സിറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്പൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ടൈപ്പ് ഒരു ക്യാൻഡിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ സമയത്ത് BTCയിൽ ട്രേഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇൻ കേസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര വോളറ്റൈലായിട്ടായിരിക്കും മൂവ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം കറക്റ്റ് ഈ ഡയറക്ഷനിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ടൈം ഫ്രെയിമിൽ നോക്കാം. ഇപ്പം ഈ ഒരു റേഞ്ചിലാണ്. അത് 4 hour ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് 6-ാം തീയതി തൊട്ടിട്ട് അതായത് ഇന്നലെ തൊട്ടിട്ട് ഈ ഒരു ടൈം ഫ്രെയിം ഈ ഒരു സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ പോവാതെ നമുക്ക് ഒരു കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടില്ല. കാരണം ഇത്രയും സമയം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പം 1 hour നോക്കിയാൽ 1 hour കൺസോളിഡേഷനാണ്. ഇവിടുന്ന് ചെറിയൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ തന്നിട്ട് പിന്നെ അത് വീണ്ടും ആ റേഞ്ചിൻ്റെ അകത്തോട്ട് തന്നെ വീണ്ടും വന്നു മാർക്കറ്റ്. ഇപ്പം ഞാനിവിടെ റേഞ്ച് ഡ്രോ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ റേഞ്ചിൻ്റെ പുറത്തോട്ട് അല്ലെങ്കിൽ ഒന്നുകിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രം ട്രേഡ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു റേഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത്. സോ ഇൻഫാക്റ്റ് ഇവിടുന്ന് എത്ര ട്രേഡ് എടുക്കുന്നോ, എവിടുന്നൊക്കെ ട്രേഡ് എടുക്കുന്നോ അവരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ് ചാൻസ്. കാരണം ഇങ്ങനെ കൺസോളിഡേറ്റഡ് മാർക്കറ്റിലാണ് ഒരുവിധം എല്ലാവരും അതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം കൊണ്ടുപോയി കളയുന്നൊരു സ്റ്റേജാണിത്. കാരണം ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നത് ഭയങ്കര മണ്ടത്തരാണ്. കാരണം ഒരു കറക്റ്റായിട്ട് നമുക്കൊരു പൊസിഷൻ കിട്ടാതെ, കറക്റ്റ് നമ്മളെ സെറ്റപ്പ് ആവാതെ
ട്രേഡ് എടുക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പം ഈ ഒരു EMAയുടെ താഴെ ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇവിടെ നിന്നൊക്കെ ലോവർ എന്താണ് ട്രെൻഡിലാണ്, ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇൻ കേസ് ഇവിടെ ഒരു റീട്രേസ്മെൻ്റ് ആക്കി കണക്കാക്കി, ഇത് റീട്രേസ്മെൻ്റ് ആണല്ലോ, ശരിക്കും ഒരു റീട്രേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് റീട്രേസ്മെൻ്റ് ആക്കി കണക്കാക്കിയിട്ട് ഈ ക്യാൻഡിലിൻ്റെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുത്തവരുണ്ടാവും, അവരെ മൊത്തം സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിൽ ഓൾറെഡി എടുത്തു. അപ്പം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ EMAയുടെ ക്രോസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ബൈ അടിച്ചവരതൊക്കെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും എക്സിറ്റ് ആയി കാണും. ഇവിടെ എത്തുമ്പോഴേക്കും ഈ ക്യാൻഡിലിൽ എല്ലാവരും എക്സിറ്റ് ആയി കാണും. പക്ഷേ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കണ്ടില്ലേ, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ഹാമർ ക്യാൻഡിൽ പോലെ ക്ലോസ് ചെയ്തു, വിച്ച് ഈസ് ഇൻഡിക്കേഷൻ ഫോർ ബൈ. അപ്പോൾ ഇവിടുന്ന് ബൈയിങ് അടിച്ചവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഈ ക്യാൻഡിലോട്ട് വന്നു. ഇപ്പം എല്ലാവരും ക്ലോസ് ആയി കാണും, കാരണം ഇത് താഴെ EMAയുടെ താഴെ ക്ലോസ് ചെയ്തു, എല്ലാവരും എക്സിറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പം ഈ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും പേഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. സോ കറക്റ്റ് മാർക്കറ്റ് ഒരു ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മളെ ക്യാപിറ്റൽ കൊണ്ടുപോയി കളയേ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മോസ്കോയിലാണ്. എനിക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഈ നെറ്റിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നേരത്തെ തന്നെ ഞാനൊരു അരമണിക്കൂർ ഇരുന്ന് ചെയ്ത വീഡിയോൻ്റെ അനാലിസിസ് മൊത്തം വോയിസ് റെക്കോർഡാക്കാൻ മറന്നിട്ട് അത് മൊത്തം പോയി. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പം എൻ്റെ ഒരു അനാലിസിസ് എന്താ വെച്ചാൽ, ഞാൻ ഈ $10 ഈ $35 ആക്കി കൊണ്ടുവന്നത് വെറുതെ ഈ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി കളയേണ്ടതെന്നാണ്. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ 15 മിനിറ്റ്സിലെല്ലാം ഈ റേഞ്ച് ഉണ്ട്, ഈ റേഞ്ചിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ റേഞ്ച് അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റേഞ്ച് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് ലൈനിൻ്റെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് കരുതിയിട്ടാണ് ഏത് ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കണം. അപ്പം ഇതുവരെ അങ്ങനെ ഒരു സെറ്റപ്പ് തന്നിട്ടില്ല മാർക്കറ്റ്. സോ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ 5 ടൈം ഫ്രെയിം 5 മിനിറ്റ്സിൽ മോസ്റ്റ്ലി ഇവിടുന്ന് ശരിക്കും റീറ്റെയിലേഴ്സ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഒരു ലെവലിലോട്ട്, അതായത് ഞാൻ നേരത്തെ ഡിലീറ്റ് ആയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മീൻസ് അതിനിപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഈ ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, അതിന് കറക്റ്റ് ഒരു ലെവൽ കിട്ടിയിട്ട്. അപ്പം ഇവിടുന്നൊക്കെ ഷോർട്ട് ചെയ്ത ഞാൻ ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഈ റേഞ്ചിലോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് എടുക്കരുത്, കാരണം മാർക്കറ്റിൽ ചെറിയൊരു റീട്രേസ്മെൻറ്റ് കൂടെ തരും, ഏകദേശം ഈ ലൈനിൻ്റെ അടുത്തോട്ട് വരും, എന്നിട്ടേ താഴോട്ടേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. അത് അതേപോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം ഈ കണ്ടോ, ഈ റേഞ്ചിലോട്ട് വന്നു, ഈ ലൈനിൻ്റെ ഏകദേശം ഈ റേഞ്ചിലോട്ട് വന്നു മാർക്കറ്റ്, എന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു ലെവൽ ഇനി ഞാൻ ഇവിടുന്ന് റിസ്ക് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം ഇവിടുന്ന്. ബട്ട് ലാസ്റ്റത്തെ 2 ക്യാൻഡിൽ ഉണ്ടല്ലേ, 5 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീനാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ കൺഫർമേഷൻ അല്ല, പിന്നെ പ്രോപ്പർ ലെവലില്ല. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് എപ്പോഴും റിസ്കി ആയിരിക്കും. ട്രേഡിങ് എപ്പോഴും റിസ്കി തന്നെയാണ്, ബട്ട് നമുക്കൊരു കറക്റ്റ് നമ്മൾ സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം സ്കാൽപ്പിംഗ് ചെയ്യുമ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ട്രേഡ് മാക്സിമം ഒരു സ്നൈപ്പർ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അത് കിട്ടാത്തടത്തോളം നമ്മൾ വെറുതെ മാർക്കറ്റിൽ കയ്യിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ റേഞ്ചിൻ്റെ പുറത്തോട്ട് മാർക്കറ്റ് വരാനാണ്. അത് വന്നിട്ട് എവിടെയെങ്കിലും എയ്തർ സൈഡ്, ഒന്നെങ്കിൽ അപ്പ് മുകളിൽ അല്ലെങ്കിൽ താഴെ, അവിടെ ക്ലോസിങ് തരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പം
തൽക്കാലം ഞാൻ ഇത് ഒരു അനാലിസിസ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ. ഇൻ കേസ് ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ബട്ട് ട്രേഡ് ഇപ്പം ട്രേഡിൻ്റെ സെറ്റപ്പ് വന്നിട്ടില്ല ഇതുവരെ. സോ അവോയ്ഡിങ് ദ ട്രേഡ്. ഈ $35 എങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് എല്ലാ ട്രേഡും ഞാൻ ഇതിൽ വരും. ഞാൻ എടുക്കുന്ന ഓരോ ട്രേഡും റെക്കോർഡ് അല്ലാതെ ഞാൻ എടുക്കില്ല. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ തൽക്കാലം ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാണ് ഗൈസ്. മിക്കവാറും ഇന്ന് ഇനി പറ്റിയിട്ടില്ലെങ്കിൽ നാളെ ഞാൻ മൺഡേ വർക്കുണ്ട് എനിക്ക്. വർക്കിന് ശേഷം ലൈവ് വരാൻ പറ്റുമോ നോക്കാം. ട്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സി യു ഗൈസ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണ് പ്ലാറ്റ്ഫോം, ഞാൻ ഈ യൂസ് ചെയ്യുന്ന EMI ഒക്കെ ഏതാണ്. അതിനൊക്കെ ഞാൻ കാരണം അത് പ്ലാറ്റ്ഫോം എക്സനസ് ആണ്. നിങ്ങൾ കാണാം എക്സനസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സനസ് ഇപ്പോൾ ഇന്ത്യയിൽ റീസെൻ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്ത് പുതിയ അക്കൗണ്ടൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റെഗുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തോ സംഭവങ്ങളാണ്. ഫോറക്സ് മാർക്കറ്റിൻ്റെ റെഗുലേഷൻസിനുള്ള എന്തോ പ്രശ്നങ്ങളാണ്. അപ്പം ഇന്ത്യൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദുബായിലോ വേറെ എവിടെയെങ്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സനസിൽ ട്രേഡ് എടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് ത്രൂ കയറുകയാണെങ്കിൽ എൻ്റെ ലിങ്ക് ത്രൂ കയറിക്കോ. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ ട്രേഡിങ്ങിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു സെറ്റപ്പിൽ ട്രേഡ് എടുക്കട്ടെ, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡോപ്പമീൻ ഹൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇന്ന് ഞാനൊന്നും ട്രേഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടുന്ന് എന്തെങ്കിലും കുറച്ച് പൈസ കുറച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടൊക്കെ ട്രേഡ് കയറുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് അങ്ങനത്തെ ട്രേഡിലാണ്. സോ അങ്ങനെയുള്ള ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക. ഒരുപാട് പേർക്ക് ഈ ഒരു പേഷ്യൻസ് ഉണ്ടാവില്ല. ഈവൻ ചിലപ്പോൾ കമൻസിൽ തന്നെ പറയാൻ ചാൻസ് ഉണ്ട്, സ്കാൽപ്പിംഗ് അല്ലേ, അതിന് മാത്രം വലിയ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, സ്കാൽപ്പിങ്ങിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടത്. സോ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല. ചെയ്തവർക്കൊക്കെ അറിയാൻ മതിയാവും. സ്കാൽപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഡോപ്പമിങ് ഹൈക്കായിരിക്കും. അപ്പോൾ ആ പ്രോഫിറ്റിലും മൊത്തം നമ്മൾ റിസ്ക് എടുത്ത് വീണ്ടും 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 ട്രേഡ് എടുത്ത് നമ്മളെ ക്യാപിറ്റൽ എടുക്കുമ്പോൾ വൈപ്പ് ഔട്ട് ആവുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ബി കെയർഫുൾ ഗൈസ്. നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസ വെറുതെ മാർക്കറ്റിൽ കൊണ്ടുപോയി കളയരുത്. മാർക്കറ്റ് പ്രോഫിറ്റ് തരും, ബട്ട് ലോസും തരും അറ്റ് ദി സെയിം ടൈം. ലോസ് നമ്മൾ എവിടെ നിന്നും കട്ട് ചെയ്യുന്നു, ലോസ് അപ്പറ്റൈറ്റ് നമ്മളത് എത്രയാണോ അത് നമ്മൾ കറക്റ്റ് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ അക്കൗണ്ട് മൊത്തം വൈപ്പ് ഔട്ട് ആവും. ഇപ്പം എൻ്റെ $10 ഞാൻ $10,000 ആക്കാൻ വിചാരിക്കുന്നത് ഒരു 5 ദിവസമോ 10 ദിവസം കൊണ്ടൊന്നല്ല. സോ ഐ വിൽ ബി പേഷ്യൻറ്റ്. ഞാൻ ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം ഫസ്റ്റ് നോക്കുകയാണ്. അതായത് ഒരു $10 നമുക്കൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു $10,000 വരെ സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഫസ്റ്റ്, അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ, കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് എനിക്ക് എന്നും ട്രേഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ബട്ട് ആസ് എല്ലാവരെയും പോലെ തന്നെ ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പം എന്നും ട്രേഡ് കിട്ടിക്കൊള്ളുന്നില്ല. ആദ്യം ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് മൊത്തമുള്ളൊരു തെറ്റിദ്ധാരണ, വർക്ക് കഴിഞ്ഞ് വന്നിരുന്ന സ്പോട്ടിൽ അവർക്ക് ട്രേഡ് കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അവർ വെയിറ്റ് ചെയ്യാനിട്ടാണ്. അത് വെയിറ്റ് ചെയ്യണം. വർക്ക് കഴിഞ്ഞ് വന്ന് മാർക്കറ്റ് നിങ്ങൾ അലേർട്ടൊക്കെ ഇട്ട് വെക്കാം. മാർക്കറ്റിൽ അലേർട്ട് ഇട്ട് വെക്കാം. നിങ്ങളെ ലെവൽസ് ഡ്രോ ചെയ്ത് അലേർട്ട് ഇട്ട് വെക്കാം. എന്നിട്ട് അതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. വെറുതെ കയറിയിട്ട് വർക്ക് കഴിഞ്ഞ് വന്ന് നമ്മൾ ജസ്റ്റ് സിസ്റ്റത്തിലിരുന്ന് ഓക്കെ ഇനി ഞാൻ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്കാൽപ്പിംഗ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തത്തിൽ മാർക്കറ്റ് എടുത്ത് പോവും. പിന്നെ ഈ ഒരു ഹാബിറ്റ് ആയിരിക്കും നിങ്ങൾക്ക്, അതൊരു ഹാബിറ്റ് പോലെ ആയിരിക്കും. അതായത് 1-2 തവണ ലോസായി പിന്നെ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഹാബിറ്റായി മാറും. അപ്പം കിട്ടുന്ന ശമ്പളം മൊത്തം നമ്മൾ ട്രേഡിങ്ങിൽ കൊണ്ടുപോയി കളയാതിരിക്കുക.
ഇതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. സോ നെക്സ്റ്റ് വീഡിയോയിൽ വരേക്കും വെയിറ്റ് ചെയ്യുക. ഞാൻ മിക്കവാറും കഴിയുന്നതും ഞാൻ ട്രേഡ് എടുക്കാൻ ശ്രമിക്കും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. അപ്പം എടുക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. സീ യു ഓൾ. ഗുഡ് ബൈ.